മഹാഗുരു ശരണം. മഹാഗുരു ശരണം. നമസ്കാരം സർ. നമസ്കാരം സർ, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, കുലദൈവം, കുടുംബദേവത ഇത് രണ്ടും ഒന്ന് തന്നെയാണോ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സങ്കല്പങ്ങളൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ട്? അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് വിശദീകരിക്കാം സർ. ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് ഇന്നൊന്ന് അഡ്രസ് ചെയ്യാം. ഇത് എനിക്കറിയുന്ന കാര്യങ്ങൾ പറയാം. ഇത് പൂർണ്ണമായിട്ടും ഇത് മാത്രമാണ് ശരിയെന്നുള്ളത് പറയുന്നില്ല. കുടുംബദേവതയും കുലദേവതയും ഒന്നാകാം, പക്ഷേ ഭൂരിഭാഗം കേസുകളിലും ഭൂരിഭാഗം ആൾക്കാരുടെ കാര്യത്തിൽ ഇത് രണ്ടായിട്ടാണ് കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ കുലദേവത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുലാചാരം പിന്തുടരുന്നുണ്ട്, ഓരോരുത്തരും കുലാചാരം പിന്തുടരുന്നുണ്ട്. ആ കുലാചാരം അനുസരിച്ച് ഒരു കുലദേവത ഉണ്ടായിരുന്നു. അപ്പോൾ വിശ്വകർമ്മർക്ക് ഒരിത്, ക്ഷത്രിയർക്ക് വേറെ, ബ്രാഹ്മണർക്ക് വേറെ. ഇപ്പം ഞങ്ങൾക്ക് തന്നെയാണെങ്കിൽ ഞങ്ങളുടെ കുലദേവതകൾ 20-ലധികമാണ്. ഇതൊക്കെ ഗോവയിലാണ്. ഇത് ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നത്, സങ്കല്പിച്ച് തന്നത് പരശുരാമ മഹർഷിയാണ്. പരശുരാമനാണ് ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നിരിക്കുക. ഗോവയെ കൊണ്ടുവന്ന് കുടിയിരുത്തിയത് സരസ്വതി നദി അന്തർദാനം ചെയ്ത് ഞങ്ങളിങ്ങനെ നാട് ഇതായിട്ട് നടന്നപ്പോഴത്തേക്ക് അദ്ദേഹമാണ് ഗോവയെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഭൂമിദാനം ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം സങ്കല്പിച്ചു തന്ന കുലദേവതകളാണ്. അത് ഓരോ ഗോത്രമനുസരിച്ചാണ് കുലദേവതകൾ വരുന്നത്. അപ്പോൾ ഇപ്പോൾ കുലദേവതകൾ, ഇപ്പോൾ ഞാൻ പറയാം, ഇവിടുത്തെ പേരണ്ടൂർ അമ്മ കുലദേവതയാണ്, മൂലകുടുംബ ദേവതയാണ്. അപ്പോൾ ഓരോരുത്തർ പറയും മൂലകുടുംബ ദേവതയെന്ന് പറയും. അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ മൂലം ഇവിടെയായിരുന്നു. അപ്പോൾ പറയുമ്പോൾ കൊല്ലത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, തിരുവനന്തപുരത്തു നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതിലെ ഏതെങ്കിലും വ്യക്തികൾ അങ്ങോട്ട് പോയി, കൊല്ലത്തോ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും പോയി. അപ്പോൾ അവരുടെ മൂലകുടുംബ ദേവത ഇവിടെയാണ്. ഓക്കെ. പക്ഷേ അവരവിടെ ചെന്നപ്പോൾ അവർ സ്ഥലം വാങ്ങിച്ചു. ആ സ്ഥലം അവിടുത്തെ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ അധീനതയിലായിരിക്കും, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തട്ടകമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയെടുത്ത് കാവും അവിടെ യക്ഷിയും അങ്ങനത്തെ കുറേ ഇത് കാണാം. പണ്ടൊക്കെ എടുക്കുമ്പോൾ ഏക്കറുകൾ എടുക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കല്ല് ഇടാൻ പോകുമ്പോൾ ഉടനെ തന്നെ രാശി വെച്ചിട്ടാണ് നോക്കണം. അപ്പോൾ രാശി നോക്കുമ്പോൾ ഇന്ന ദേവതകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഇവരുടനെ തന്നെ അന്ന് വേറെ വഴിയൊന്നുമില്ല, വേറെ വഴിയല്ല, ഇതാണ് മനുഷ്യൻ്റെ ഒരു സന്തോഷത്തിനുള്ള ഹേതു. ഈ ദേവതകളെ അവിടെ പ്രതിഷ്ഠിച്ച് വേണ്ട ആചരണങ്ങൾ ചെയ്യുക. ഇത് ഞാൻ പറയണം 300-400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇത് വെച്ച് ആ ഒരു ഒന്നുകിൽ അതിൻ്റെ ഒരു ആത്മവിശ്വാസമായിരിക്കും ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അന്ന് ഗവൺമെൻറ് ജോലിയൊന്നുമില്ല, കൃഷിയിൽ നിന്നാണ് വരുമാനം. അത് വെച്ചിട്ട് ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ആ ദേവതകളെ ആരാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കുലദേവതയിൽ വന്നിട്ട് തൊഴുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ രണ്ട് കുടുംബദേവത എന്നായിരിക്കും, കുലദേവത എന്നായിരിക്കും. ഇപ്പോൾ പേരണ്ടൂർ ദേവിയുടെ ഞാൻ പറഞ്ഞു, ചിലർക്ക് എടപ്പള്ളി ഗണപതി ദേവർ കുടുംബദേവതയാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അവർ മാവേലിക്കര ഭാഗത്തുള്ള ആൾക്കാർ. അപ്പോൾ ഇപ്പോൾ അതേസമയം പേരണ്ടൂർ നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചോ, പേരണ്ടൂരിൽ നിൽക്കുന്നവർക്ക് അവരുടെ കുടുംബദേവതയും കുലദേവതയും എല്ലാം അത് തന്നെയായിരിക്കും. അവരവിടെ ആ ക്ഷേത്രത്തിന് ചുറ്റും നിൽക്കുന്ന ചില കുടുംബങ്ങളായിരിക്കും. അതുകൂടാണ്ട് അവരുടെ ഗ്രാമദേവത അതായിരിക്കും. നമ്മളിപ്പോൾ എറണാകുളത്ത് താമസിക്കുമ്പോൾ നമ്മുടെ ഗ്രാമദേവത എറണാകുളത്തപ്പനാണ്. ചോറ്റാനിക്കര താമസിക്കുന്നവരുടെ ചോറ്റാനിക്കര ഗ്രാമദേവത ചോറ്റാനിക്കര അമ്മയാണ്. ഒരുപക്ഷെ ഇഷ്ടദേവതയും ചോറ്റാനിക്കര അമ്മയാകാം. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു പരമ്പരാഗതമായിട്ട് ഇഷ്ടദേവത എന്ന് പറഞ്ഞാൽ തിരുപ്പതി ഭഗവാനാണ്. കൊങ്ങിണിമാർ മിക്ക ആൾക്കും തിരുപ്പതി ഭഗവാനാണ്. പിന്നെ ഗണപതിയുണ്ട്. ഇഷ്ടദേവത ഒന്നിക്കൂടുതലാകാം, നമ്മുടെ ഇഷ്ടങ്ങൾ വെച്ചിട്ട് ഒന്നിക്കൂടുതലാകാം. ഗ്രാമദേവത ഒന്നായിരിക്കും മെയിൻ വരുന്നത്. കുലദേവതയും കുടുംബദേവതയും ഒന്നാകാം, പക്ഷേ അത് അപൂർവമായിട്ടേ ആകുള്ളൂ. കാര്യം അവിടെ തന്നെ ഈ കുടുംബം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് വരുള്ളൂ. ഇല്ലേ ഭൂരിഭാഗം കാര്യം 99 കേസുകളിലും കുടുംബദേവതയും കുലദേവതയും വ്യത്യസ്തമായിരിക്കും. ഇതാണ് ഈ കാര്യത്തിലുള്ളത്. സാർ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എൻ്റെ കുടുംബദേവത എന്ന് പറയുന്നത്, കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ, വീടിനടുത്തുള്ള ക്ഷേത്രം, അപ്പൊ അത് ദേശദേവതയും അത് കുടുംബക്ഷേത്രം അങ്ങനെ തന്നെയല്ലേ? ദേശദേവത അല്ലെ ഗ്രാമദേവത എന്ന് പറയും. അപ്പൊ അങ്ങനെ തന്നെയല്ലേ നമ്മൾ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ കുലദേവത എന്ന് പറയുന്ന സങ്കല്പവും കുടുംബദേവത എന്ന് പറയുന്നത് അപ്പൊ എന്റെ കേസിൽ ഒന്ന് തന്നെ ആയിരിക്കും, അങ്ങനെയല്ലേ? ഒന്ന് തന്നെയായിരിക്കും. ഇതില് ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബദേവത, നമ്മൾ താമസിക്കുന്നിടത്ത് ദേവത ഉണ്ടെങ്കിൽ ഡെയിലി നമ്മൾ പോയി തൊഴണമെന്നാണ്. നമ്മൾ താമസിക്കുന്നിടത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു പരമ്പരാഗതമായിട്ടൊരു അമ്പലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇരിങ്ങാലക്കുട പോയി അവർ ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അവർ ഡെയിലി അവിടെ പ്രാർത്ഥിക്കണം. ദേശദേവതയെ മിനിമം മാസത്തിലൊരിക്കൽ പോകണം. ദേശദേവതയുടെ അടുത്ത്
കുടുംബദേവതയുടെ അടുത്ത് വർഷത്തിലൊരിക്കൽ പോയിരിക്കണം. വർഷത്തിലൊരിക്കൽ പോയിരിക്കണം. അതുപോലെ ഈ അടിമകടത്തൽ എന്ന് പറഞ്ഞുണ്ട്, അറിയില്ലേ? അടിമകടത്തലിൽ എല്ലാ വർഷത്തിലൊരിക്കൽ ഓരോ ജന്മവർഷവും ജന്മനക്ഷത്രം വന്നു കഴിയുമ്പോൾ അവിടെ പോകണം, നമ്മുടെ കുടുംബദേവതയുടെ അടുത്ത്. അതുപോലെ ഇപ്പോൾ പേരണ്ടൂർ പോകുമ്പോൾ ചിലയിടത്ത് പോകുമ്പോൾ അറിയാം, ഇങ്ങനെ മൂലകുടുംബക്കാർ കാണിക്കുക നിക്ഷേപിക്കാനുള്ളതെന്ന് പറഞ്ഞ് ഭണ്ഡാരപ്പെട്ട് വയ്ക്കും. അതെന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും മൂലകുടുംബ ദേവതയ്ക്ക് ഒരു കാണിക്ക എടുത്ത് വയ്ക്കും. അത് ഒരു ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ കൊടുക്കണമെന്നാണ്, മൂലകുടുംബ ദേവതയ്ക്ക് കൊടുക്കണമെന്നാണ്. കാര്യം നമ്മുടെ ഈ കുടുംബം നിലനിർത്താനും മുന്നോട്ട് പോകാനായിട്ട് ആ ദേവതയുടെ അനുഗ്രഹം, ദേവനോ ദേവിയോ അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞിട്ട് മൂലകുടുംബ ദേവതയ്ക്ക് പ്രത്യേകം പറഞ്ഞിട്ട് കാണിക്ക വെക്കുകയും പ്രത്യേകം അവിടെ പറയണം. അവിടെ എന്താണ് ചീട്ടെഴുതും പറയണം, നമ്മൾ കുടുംബത്തിനാണ് മൂലകുടുംബ ദേവതയ്ക്കാണ് വന്നിരിക്കണതെന്ന് പറയുമ്പോൾ അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും. ഇപ്പോൾ ഞങ്ങൾ ഗോവയിൽ പോകുന്നത്, ഞങ്ങളുടെ ജാംബോളിമിലാണ് ദാമോദർ ലക്ഷ്മി നാരായൺ എന്ന് പറഞ്ഞാൽ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ഇതായിട്ടാണ് രണ്ട് ഒരു ശ്രീകോവിലിൽ രണ്ട് വാതിലാണ്. അപ്പോൾ അവിടെ പറയും നമ്മൾ കുലാബിയാണെന്ന് പറയും, ഈ കുലത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് അവർ പറയും. അങ്ങനെ ഇത് ചെയ്യും. ഇപ്പം ഈ പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് കുടുംബദേവതനെ അങ്ങോട്ട് മറക്കുകയാണ്. നമ്മൾ മറക്കും, എന്നിട്ട് നമ്മൾ കാരണം വളരെ ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ താമസിക്കുന്ന, നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ നോക്കും, ലോകത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലേക്കും നമ്മൾ വഴിപാട് കഴിക്കും. കറക്റ്റ്. പക്ഷെ നമ്മുടെ കുലദേവതയെ നമ്മൾ മറന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ സാറ് പറഞ്ഞത് ഒരു സൊല്യൂഷൻ തന്നെയല്ലേ? അങ്ങനെയുള്ള ഒരു നമ്മൾ അതുമല്ല, ഇതില് വളരെ അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളാവുമ്പോൾ ഇവർ അന്വേഷിച്ചു പോകും. പ്രശ്നങ്ങളുള്ളപ്പോഴാണ് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും കുടുംബദേവത പ്രീതിയില്ല എന്ന് പറയും. അപ്പോഴാണ് ഈ കുടുംബദേവത അപ്പം ചോദിക്കും, ഞങ്ങൾ എത്രയോ തലമുറകളായിട്ട് ഇതാണെന്ന് പറയും. പക്ഷേ ആ തലമുറകളിൽ മൈനർ റൈറ്റുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഇവർ അന്വേഷിച്ച് പോകുമോ? മൈനർ അവകാശം അവിടെ അപ്പൂപ്പൻ്റെ മുതുപുത്തച്ഛൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അന്വേഷിച്ച് പോലെ. അതുപോലെയാണ് കാര്യം. നമ്മളതൊക്കെ അപ്പോൾ ചെല്ലു പറയും, നമ്മളൊന്നും അവിടെയൊന്നും ഇല്ല, ഇത് ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ അരിയും പൂവ് ഇട്ടിട്ട് നിങ്ങൾക്ക് വസ്തുവിൻ്റെ ഇതും വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ വെച്ചോന്ന് ചോദിക്കും. അതില്ല, അതിൻ്റെ ഷെയർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഷെയർ വാങ്ങിച്ചെങ്കിൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ അവിടെ നിന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ പ്രായച്ചിത്തം ചെയ്യണം. നമ്മുടെ തലമുറ ഇനി വരികയില്ല എന്ന് പറഞ്ഞിട്ട് ദേവതയോട് പ്രായച്ചിത്തം അവിടെ സങ്കല്പം വെച്ചിട്ട് പ്രായച്ചിത്തം ചെയ്യുക. നമ്മൾ സ്ഥലത്തിൻ്റെ ഇത്ര % ആണെന്ന് പറഞ്ഞ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ പള്ളിപ്പുറത്തായിരുന്നു എൻ്റെ വീട്. എന്ന് പറഞ്ഞാൽ ഒരു 250 വർഷമായിട്ട് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇടവനക്കാട് നിന്ന് പോയതാണ്. മുതുമുത്തച്ഛന്മാർ വിട്ടളപ്പൈ എന്ന് പറഞ്ഞൊരാൾ 7-8 തലമുറയ്ക്ക് മുമ്പ്. അദ്ദേഹവും മക്കളോ അതോ അദ്ദേഹവും സഹോദരന്മാരാണ് പോയത്. അത് നമുക്ക് ഇടവനക്കാട് നിന്നാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ആചരിച്ചിരുന്ന 3 ക്ഷേത്രങ്ങൾ, കടവിൽ ഭഗവതി ക്ഷേത്രം, ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ സൗകര്യം ചെയ്യുന്ന കളത്തിൽ തിരുവൈരാണിക്കുള്ള ക്ഷേത്രമുണ്ട് പള്ളിപ്പുറം, അവിടെ പിന്നെ തെക്കാഴ്ശ്ശേരി ഭഗവതി. കാര്യം തെക്കാഴ്ശ്ശേരിയിലും ഞങ്ങളുടെ കുറച്ച് പേര് ഒരു ഫാമിലീസ് ഇപ്പോൾ ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ സ്ഥലം വിറ്റ് വരുമ്പോൾ എൻ്റെ അപ്പൂപ്പനൊക്കെ താമസിച്ച വീടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വിൽക്കുന്നതിന് മുമ്പ് പ്രശ്നം വെച്ച് നോക്കി, വേറെ ആളുടെ അടുത്ത് ചെന്നിട്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഒക്കെ വിൽക്കാൻ അനുവാദമുണ്ട്. കാര്യം നമുക്കിനി തിരിച്ച് അവിടെ നിന്ന് ഇത് ചെയ്യാൻ പറ്റില്ല, വിൽക്കാൻ പറഞ്ഞ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രായച്ചിത്ത കാണിക്കുക, ഇന്ന കാര്യങ്ങൾ ഇത്ര രൂപ വിൽക്കണതിൻ്റെ ഇത്ര % അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇത് ചെയ്തു. കൂടാണ്ട് അവിടെ സർപ്പക്കാവുണ്ട് ഞങ്ങൾക്ക്. ആ സർപ്പക്കാവിന് വേണ്ടി ഇത്ര രൂപ, എത്ര രൂപയ്ക്കാണ് വിൽക്കണതിൻ്റെ അതിൻ്റെ ഇത്ര % കൊടുക്കാമെന്ന് നമ്മൾ പ്രതിവിധി കണ്ടു. നമ്മൾ ക്യാഷായിട്ട്, സ്ഥലം കൊടുത്തിട്ട് കാര്യമില്ല, ക്യാഷായിട്ട് കൊടുത്തു. അങ്ങനെ ചെയ്യാം. പ്രായച്ചിത്തം നമ്മൾ അതാണ് ഇത്. പക്ഷേ നമ്മൾ പോകും കേട്ടോ, വല്ലപ്പോഴും പോകുമ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ പോയി തൊഴും. മക്കളോടും പറയും, എങ്കിലും മക്കൾക്കായി ഇത് വരികയില്ല. നമ്മളത് അവിടെ സമർപ്പണം ചെയ്തു. എന്താണോ ഉള്ളത് നമ്മുടെ അപ്പൂപ്പന്മാർ അവിടെ ചെന്നതിൻ്റെ ഇത് നമ്മളവിടെ സമർപ്പണം ചെയ്തു. ഇപ്പൊ ഈ കുലദേവത ഇത് നമ്മുടെ ഇപ്പൊ അനുകൂലമായിട്ട് വരുന്നില്ല എന്ന് പറയുന്നവരുണ്ടാവുമല്ലോ, വളരെ കാലമായി അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് എന്നുള്ളത്. അവരപ്പോ പെട്ടെന്ന് നമ്മുടെ കുലദേവതയുടെ അടുത്തേക്ക് പോകുമ്പോ ഇത് പ്രീതിപ്പെടുത്താനുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവോ? നമ്മള് സ്വന്തം അമ്മേനെ മറന്നിട്ടാണ് പോകുന്നത്, ചോദിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പാർട്ടി കോണ്ടാക്ട് ചെയ്ത് തന്നെ വേടെ 3ാമത്തെ ആളാണ് കോണ്ടാക്ട് ചെയ്ത്. ഇപ്പോൾ ഗായത്രിയുടെ കാര്യം, ഗായത്രിയുടെ ആവശ്യം, ഗായത്രി അനുവിനെ വിളിച്ച്, അനു എന്നെ വിളിച്ച്. അപ്പോൾ ഈ കോൺവെർസേഷനിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഗായത്രി ഞാനുമായിട്ട് ഡയറക്റ്റ് അറിയില്ല, അനുവാണ് മീഡിയേറ്റർ. സംസാരിക്കുന്ന ഇത് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ നടന്ന സംഭവമാണ് ഇത് പറയുന്നത്, ഇന്ന കാര്യങ്ങളുണ്ടോ, ഇന്ന സ്ഥലം, എല്ലാ അടയാളം പറയും, നിങ്ങളുടെ ദേവത ഇതാണ് എന്ന് പറഞ്ഞിട്ട് അടയാളങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ 1-ലധികം ദേവതകളുണ്ടെന്ന് ഇവരറിഞ്ഞു. അവിടെ ഉണ്ടെന്ന്, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്
അവിടെ ഒന്ന് പോയി തൊഴു നിങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞു. കാര്യം അത്രയും ഇതായിട്ട് എനിക്ക് അവരുടെ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അവർക്ക് എന്തോ ആവശ്യം വരുന്നുണ്ടായി. അപ്പോൾ ഗായത്രിയായിട്ട് എനിക്ക് കാണാം ഇതൊന്നുമില്ല. ഞാനപ്പോൾ അനുവിനയുടെ ഇടയ്ക്ക് മാസത്തിലേക്ക് കാണുമ്പോൾ അനു ഗായത്രി ആ ചോദിച്ചവർ പോയിരുന്നു, അവിടെ അമ്പലത്തിൽ പോയിരുന്നു. പോവും ചേട്ടാ, അല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ. ഓക്കെ. അത് കഴിഞ്ഞ് അവസാനമായപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഘട്ടം വന്നു. അവിടെ ക്രിട്ടിക്കൽ ഘട്ടം വന്ന് ഒരാഴ്ച മുമ്പ് അവിടെ ചെന്നു. കാര്യമുണ്ടോ? അവിടെ ചെന്നു, നടന്നില്ല. എന്താണ് ആവശ്യം അവർ പറഞ്ഞു പോയത്? നടന്നില്ല. അതിനൊരു മാസം മുമ്പ് ഞാൻ ചോദിച്ചു അവരവിടെ പോയോ, എന്താണ്? ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ അത് അപ്പം ഞാൻ പലരോടും പറയുന്നതാണ്, അത് നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. കാര്യം വേറെ ആൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും ഒരു മീഡിയേറ്റർ ആകരുത്. തീർച്ചയായിട്ടും ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയേണ്ട സബ്ജക്ട് തന്നെയാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.